ചന്ദന വരക്കുറിയണിയും പ്രമോദമുഖിയ പൊന്നുഷസേ നിന്റെ താലങ്ങളിൽ ചിലക്കേറുകളിൽ പ്രസാദ ചന്ദനം നേരെ അപ്പോൾ ഇതാണ് വീട്. അതും കണ്ടുപിടിച്ചു. ഇന്നലെ ആയിരുന്നു ഈ ഭാഗത്ത് വീട് വല്ലതും വാടകയ്ക്കുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഡാ സാബുമോനെ, നിന്റെ വീടായിരുന്നു ഇത്? നീ ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ. കാലക്കം വീടാണല്ലോ. എന്താടാ വീട്ടിൽ വന്നവരെ അകത്തോട്ട് ക്ഷണിക്കത്തൊന്നുമില്ല? വേറൊന്നുമല്ല, സൈക്കിള്, വെള്ളം, കുടം, ചെയിന് തെറ്റിപ്പോയി. നല്ല കാലം അവള് കണ്ടില്ല. ഒരുപക്ഷെ ഇനി ഇവൻ എന്നെ മനസ്സിലായില്ലേ? മറന്നായിരിക്കും. ഛേ, ഇത്ര നാണം കിട്ടിയിട്ടില്ല. വന്ന് വന്ന് ഇവനെ ഒന്നും സഹിക്കാൻ പറ്റാതായി. ഇനി ഇവളെ സ്റ്റെപ്പിലിരുന്ന് പഠിക്കാൻ സമ്മതിക്കരുത്. ഇവന് എൻ്റെ അമ്മേ, അയ്യോ അമ്മേ. ചേച്ചി പിടിച്ചോ. തന്നെയാ ചേട്ടാ, ഇവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നു. അതെ, പേര് ജോസഫ്, നാട് തീക്കോയി, പുളിയമല കോളേജിലാണ് പഠിക്കുന്നത്. നമ്മുടെ ചെട്ടിയാരുടെ വീടില്ലേ, അവിടെയാണ് താമസിക്കുന്നത്. താമസം പഠിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ആ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും. ആഴ്ചയിലൊരിക്കലും ടി വിയിലൊന്ന് പാട്ട് കാണാൻ പറ്റുന്നത്, അതും കാണിക്കാതെ മുന്നിൽ കയറി നിന്നോളും. പറന്നു പൊൻകിളികൾ ഉള്ളിനുള്ളിൽ പൊങ്ങി പൊങ്ങി പ്രകാശം മാളികമണിയും പ്രതീക്ഷാ താഴ്വരയോളം ദളങ്ങൾ താളം തുള്ളും കാറ്റിൻ തങ്കത്തേരിൽ ശീതത്തങ്കത്തിൽ. ഈശോയെ കാത്തോളണേ, ഈശോയെ കാത്തോളണേ, ഭഗവാൻ. നിന്നെ എങ്ങനെ ഓടിക്കുന്നെന്ന് കണ്ടിപ്പോ. മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. നാശം. പോട്ടെടി. ശരി. ഹലോ, എന്താ ഗേൾസിന്റെ ഇവിടെ കാര്യം? മീനാക്ഷി ഒന്ന് കാണണം. ഫസ്റ്റ് ഇയർ ഗേൾസ് എല്ലാം NSS ക്യാമ്പിൽ പോയിരിക്കുക, നേമത്തുള്ള ശിവന്റെ അമ്പലത്തില്.
ചൂല്. ഒന്നുമില്ല, അമ്പലത്തിൽ വന്ന. ശിവ ശിവ ശിവ. അതെ, ഒന്ന് നിന്നേ. ആ എന്താ പതിവില്ലാതെ ഇവിടെ? എന്താ ഇപ്പൊ മീനാക്ഷിയുടെ വീടിന്റെ അവിടെയാണല്ലോ സൈക്കിളിൽ കറക്കം. അവിടെ എത്തുമ്പോ മാത്രം എങ്ങനെ സൈക്കിളിൽ ചെയിൻ പൊട്ടി പോകുന്നത്? അവള് അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ നന്നാക്കണ കട മുമ്പിൽ തുടങ്ങാനായിട്ട്. ചുമ്മാ തമാശ പറയല്ലേ. അവിടെ നടന്ന കാര്യം തനിക്കറിയോ? ദേവയാനി, അത് ശരി. എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ അയ്യോ അല്ല, ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നേ. എന്നാ ഞാൻ അങ്ങ് പോയേക്കാം. നന്നായി. ഡി നിക്കടി. ആ എന്താ പറ. അന്ന് ശരിക്കും സൈക്കിൾ ചെയിൻ തെറ്റിയതാ. തന്റെ വീട് അവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ തന്നെ ലൈൻ അടിക്കാൻ വന്നതല്ല. ഡി നീ പോ. അതങ്ങനെയല്ലേ വരൂ. എന്താ പറഞ്ഞ? തന്നെ ലൈൻ അടിക്കാൻ വന്ന അല്ലെന്ന്. എന്താ ഇഷ്ടായില്ലേ? ഒരുപാട് ഇഷ്ടാ. എന്നാ ഞാനിനി അതുവഴി വരുമ്പോ ചൂലുമായിട്ട് നിൽക്കില്ലെന്ന് അനിയനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ചേച്ചി ഈ വഴി കൂടെ പോ. ബെല്ലടിക്കേച്ചി. എന്തിനാടി? പോ ചേച്ചി. എടി, അനങ്ങാതിരിക്കാൻ അറിയില്ലേ? കുഴിയാ ചേച്ചി. പിടിച്ചിരുന്നോളേ. ആ ശരി. എനിക്കിഷ്ടായി. നിനക്കിഷ്ടായോ? എന്തിനാ ഇപ്പൊ ചിരിക്കണേ? ഒന്നില്ല ചേച്ചി. എന്താടി കയ്യില്? ഒന്നില്ല ചേച്ചി. എന്താ ഓടിക്കൊണ്ടിരുന്ന വണ്ടി നിന്നേ? എന്താടി അത്? ആ, ഒന്നുമില്ല. ചോദിച്ച കേട്ടില്ലേ? ഒന്നുമില്ല ഇതാ, ചേച്ചി. വേണ്ട നോക്കട്ടെ ചേച്ചി. എന്താന്ന്. ഇങ്ങ് താടി. താ. നീ ഇപ്പൊ തരുന്നുണ്ടോ ഇല്ലയോ? അത് ഇങ്ങോട്ട് താടി. ലവ് ലെറ്റർ അല്ലേ ഇത്? അല്ല ചേച്ചി. ആരാ? അവനല്ലേ തന്നത്? കൊളമായി. വേറെ വഴി വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അതും ബെല്ലടിച്ച് വരാൻ ഇത് വഴി അല്ലേ? മാറി നിക്കടി. ഞാൻ കാണിച്ചു കൊടുക്കാം. ചേച്ചി വേണ്ട ചേച്ചി വേണ്ട. വാടി ഇങ്ങോട്ട്. അയ്യോ വണ്ടി ഇങ്ങോട്ട് വരുന്നേ. ശോ. എന്താണോ ഇത്? നീ ലവ് ലെറ്റർ എഴുതും അല്ലേ? ലവ് ലെറ്റർ പഠിക്കാൻ വന്നാ മര്യാദക്ക് പഠിച്ചിട്ട് വീട്ടിലോട്ട് പോണം. മടി കൊള്ളാതെ. ഈ നാടിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ? അതാ ഇങ്ങനെ. വാടി പോവാ. വാടി ഇങ്ങോട്ട്. അതിനസൂയ കുശുംബി. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ വേറൊന്നും വിചാരിക്കണം കേട്ടോ. എടി, എന്താടി അവിടെ കിട്ടാരെ പറയുന്നേ? കൂടെ താഴെ പോയതാ ചേച്ചി. കൂടെ നീയും വീഴാതെ സൂക്ഷിച്ചോ. അതിന്റെ അസൂയുണ്ടില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി.